തലേ ദിവസം നമ്മൾ ഉംലുജ് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നമ്മുടെ ഈ റാബിക്കും യാബൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഈ ഉംലുജ് എന്ന സ്ഥലത്തെത്താൻ. ഉംലുജിൽ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ചെറിയൊരു ഫണ്ട് പിരിവിനായിട്ട് പോയതാണ്. ഉംലുജിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്ക് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഞാനും നിസ്ഫലും കൂടി ആട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉറങ്ങിയിട്ടൊന്നുമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഏതായാലും ഉറക്കൊക്കെ കടം വിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ ഡ്യൂട്ടിക്കൊന്നും നമ്മൾ പോണില്ല. കാരണം രണ്ടാക്കും ഇവിടെ എത്തിയപ്പോഴേക്ക് നല്ല തലവേദന തുടങ്ങിയിരുന്നു. അലക്കാനുള്ളതൊക്കെ അലക്കിയിട്ട് ഒന്ന് കിടന്നുറങ്ങി. ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റത്. എന്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ ഒരു മാമന് ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിൽ ലീവിന് പോയി തിരിച്ചെത്തിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മ എനിക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തയച്ചിരുന്നു. അപ്പോൾ അതും വാങ്ങും വേണം. ആളെന്റെ തൊട്ടടുത്ത് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ മലയാളി ഹോട്ടലിൽ നല്ല ചോറും മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ച് നേരെ റൂമിലേക്ക് പോകും. ഞാൻ നാട്ടിൽ നിന്ന് നല്ല ബീഫ് അച്ചാർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കൊടുത്തേക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. എന്റെ കുടുംബക്കാരനായിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സാധനം ഒന്നും പറയാല്ല, ഒരു രക്ഷയില്ല. അടിപൊളി സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. തിരൂര് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സാധനം ഓർഡർ ചെയ്താൽ അവർ സാധനം അവിടെ എത്തിച്ചെന്നുള്ളൂ കേട്ടോ. നല്ല അടിപൊളി ബീഫ് അച്ചാർ കഴിഞ്ഞ് നല്ലൊരു അലുവിയും ടേസ്റ്റ് നോക്കി അങ്ങനെ വൈകുന്നേരം വരെ പിന്നെയും കിടന്നു. ഒരു 6 മണിയൊക്കെ എണീറ്റപ്പുണ്ട് നമ്മളെ അബൂബക്കറാക്ക എന്തോ സ്പെഷ്യൽ ഉണ്ടാക്കണം. മാഷാഅല്ലാഹ് നല്ല അടിപൊളി പായസമായിരുന്നു. അപ്പോഴാണ് നിസ്ഫലിന്റെ പുതിയ വാച്ചിന് ഒരു സ്ട്രാപ്പ് വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വില്ലേജ് മാളിൽ പോകണമെന്ന്. ഞാൻ അവനോട് ആദ്യം പറഞ്ഞതാണ് കൊക്കിൽ ഒതുങ്ങുന്നത് അവിടെ കിട്ടാൻ സാധ്യത ഇല്ല എന്നുള്ളത്. ഉള്ള സാധനങ്ങളൊക്കെ പുടുത്തമിട്ട് റേറ്റ് ആണ്. ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് കാണുന്ന സാധനങ്ങളൊക്കെ വിലക്ക് ഇങ്ങനെ നോക്കി ചെക്ക് ചെയ്ത് ഇങ്ങനെ നടന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ എങ്കിൽ നല്ല റേറ്റ് ആണ്. നിസ്ഫൽ അതിന്റെ റേറ്റ് ഒക്കെ കണ്ടിട്ട് കണ്ണ് തള്ളിയിരിക്കണം. ഏതായാലും ആ സ്റ്റോറിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തും ഒരു സ്റ്റോർ കണ്ടപ്പോൾ നിസ്ഫലി അവിടെ വില ചോദിക്കട്ടോ. വാച്ചിന്റെ സ്ട്രാപ്പ് കിട്ടിയില്ലെങ്കിലും ഓന് സ്ക്രീൻ ഗാർഡ് മാറ്റിയിട്ടുണ്ട്. സ്ക്രീൻ ഗാർഡൊക്കെ മാറ്റി അതിന്റെ വില പറഞ്ഞപ്പോഴാണ് നിസ്ഫലിന്റെ കിളി പോയത്. 100 റിയാലാ ഒരു സ്ക്രീൻ ഗാർഡിന്. ഏതായാലും പോയത് പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. വരുന്ന ബൈക്ക് ഒരു ഷവർമയും കഴിച്ച് നേരെ റൂമിലെത്തി. എന്താ പറയാ, ഉറക്കാൻ ഫുൾ അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. എന്തായാലും നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും വരണ്ടേ.